ഇപ്പോൾ ഒരു എമേർജിങ് കൺട്രി ആയിട്ട് വരുന്നത് ഏതായിരിക്കും? അതായത് ഇപ്പോൾ നമ്മൾ യുകെയും കാനഡയും ഒക്കെ പറഞ്ഞ് കേട്ട് തന്നെ നമ്മൾ തഴമ്പിച്ചു. ഇനി പുതിയൊരു കൺട്രി, പുതിയ ഒരുപാട് എന്താ പറയുക എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എക്സ്പാൻഡ് ആയി വരുന്ന ഒരു കൺട്രി ഏതാണ്? ഇപ്പം മെയിൻലി അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഓസ്ട്രേലിയ ആണ് പോകുന്നത്. ഓൺ ദി സൈഡ് ന്യൂസിലൻഡ്, എനിക്ക് ന്യൂസിലൻഡ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ട്. ആർക്കും ആ ന്യൂസിലൻഡിനെ പറ്റി ആ ഇൻഫർമേഷൻ ഇല്ല. ബിക്കോസ് ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ എല്ലാം പ്രിറ്റി മച്ച് എല്ലാം ഷെയർ ചെയ്യാം, കറൻസി എല്ലാം ഒരുമാതിരി എല്ലാം ഷെയറിങ് ആണ്. അവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റവും പ്രിറ്റി മച്ച് സെയിമാണ്. അവിടെയും സെയിം ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതൊന്നും അറിയുന്നില്ല. എല്ലാവരും ഓസ്ട്രേലിയ പോകുന്നതുകൊണ്ട് അങ്ങനെ ഞാനും പോകുന്നത് അതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കൺട്രിക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം എഞ്ചിനീയറിംഗ് പറയുകയാണ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ജർമ്മനി ഈസ് വെരി നൈസ്, നല്ലൊരു കൺട്രിയാണ്. വേറെ ഓസ്ട്രേലിയക്കാട്ടിലും കൂടുതലും നല്ല ജർമ്മനിയാണ് എഞ്ചിനീയറിംഗിലോട്ട് പോകുമ്പോൾ. അത് മനസ്സിലായി. ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് കൂടുതലും US ആണ്. ഇപ്പോൾ ആനിമേഷൻ, ഈ ഫിലിം ഇൻഡസ്ട്രി എന്നെല്ലാം പറയുന്ന എല്ലാം US ആണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പം ഇപ്പോൾ എക്സാമ്പിൾ ഓസ്ട്രേലിയയിലുണ്ട് ആ ഇൻഡസ്ട്രി, ബട്ട് ഈ ജോലി റിലേറ്റഡ് പല കൺട്രീസാണ്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് പോകാമെന്നുള്ളതാണ് മെയിൻ.